നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് തെങ്കാശിയിലാണ്. തെങ്കാശിയിലല്ലേ? തമിഴ്നാട് ബോർഡർ. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. പുള്ളിക്കാര്യങ്ങൾ കാണിച്ചു തരാം. വാ, ഓടി വാ. ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. ഞങ്ങളിന്ന് ചുമ്മാ അതൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. ഭയങ്കര അൺപ്ലാൻഡ് ആണ്. വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്നാ പിന്നെ ഒരു ട്രിപ്പ് വന്നു വെച്ച് പോയതാണ്. ചേട്ടൻ വിദേശത്താണ്, ലീവിന് വന്നതാ. അപ്പോൾ ഞങ്ങൾ വെറുതെ കറങ്ങാൻ ഇറങ്ങാലോ എന്ന് പറഞ്ഞ് പോയതാണ്. കൊട്ടാരക്കരയിൽ വെറും 2 മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തെങ്കാശിയിലേക്ക്. ഈ റോഡും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം ഓക്കെ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ എത്താം. അപ്പൊ അതാണ് വിശേഷം. നല്ല അടിപൊളി വ്യൂസ് ഉള്ള സ്ഥലം. ചെറുതിനെ കിട്ടാൻ പാടാണല്ലോ. എനിക്ക് ഈ പുഴകളും മലകളും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ജനിച്ചു വളർന്നത് ഒരു ടൗണിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഈ സാധനങ്ങളൊന്നും തന്നെ കാണാൻ കിട്ടാറില്ല. എനിക്ക് പലപ്പോഴും ഈ സ്ഥലങ്ങളും അവിടുത്തെ ആൾക്കാരും ഒക്കെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നാറുണ്ട്. അത് മാത്രമല്ല, കുട്ടിക്കാലത്തെ വലിയ ഓർമ്മകളിൽ ഒരെണ്ണമാണ് എൻ്റെ വീട്ടുകാരോടൊപ്പം ഞാൻ ഫാമിലി ട്രിപ്പ് പോകുന്നത്. ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ, അങ്ങനെ പല സ്ഥലങ്ങളിലും ചെറുപ്പത്തിലെ തന്നെ പോയതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും ഭയങ്കര മെമ്മറീസ് ആണ്. ചേട്ടന്മാരോടൊപ്പം കസിൻസോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന ടൈം അത്രയും വാല്യുബിൾ ആണെന്ന് വളർന്നു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ആ ഓർമ്മകളൊക്കെ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. രണ്ട് ദിവസം ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ പോകാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ തെങ്കാശി. അതും നേച്ചർ ലവേഴ്സിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണം. നമ്മൾ മറ്റൊരു സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് വനിയൻ പാറ. വനിയൻ പാറ എന്ന് പക്ഷെ വനിയൻ പാറയാണ്. നമുക്ക് അവിടെ സൂപ്പർ സ്ഥലം. ഞങ്ങളിങ്ങനെ എപ്പോഴും ഒന്നും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പോകാറില്ല കേട്ടോ. ഓരോരോ അവസരങ്ങൾ വരുമ്പോഴും ഇതുപോലെ ഓരോരുത്തർ വരുമ്പോഴും മാത്രമാണ് ഞങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകാറുള്ളത്. കാരണം വേറൊന്നുമല്ല, കൂടെ വരുന്ന ആൾക്കാരുടെ കമ്പനിയും അതിൽ മാറ്റർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂടെ വരുന്ന ആൾ നമ്മളോടൊപ്പം തന്നെ അതേ സ്ഥലം എൻജോയ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ ഭയങ്കര സങ്കടമായിരിക്കും. തിരുമലക്കോവിൽ ഞങ്ങളുടെ കൊട താഴെ വീണു ഗൈസ്. പറയാൻ വിട്ടു, ഇതിനിടയിൽ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടോ. ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കുടങ്ങ് താഴെ വീണു. അതെങ്ങനെ വീണു, എപ്പോൾ വീണു എന്ന് പോലും ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് പോയിന്ന്. ചേട്ടൻ വലിയ ഇഷ്ടമുള്ള കുടയായിരുന്നു. പിന്നെ ചേട്ടൻ വിചാരിച്ചു വന്നിട്ട് താഴെ എനിക്ക് ട്രൈ ചെയ്യാമെന്ന്. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. കാരണം നമുക്ക് അവിടുത്തെ സ്ഥലങ്ങൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ കുഴിയുണ്ടോ, അവിടെ പൊത്തുണ്ടോ, അവിടെ എന്തെങ്കിലും ജീവികളുണ്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്കതൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു ധൈര്യത്തിൽ ചേട്ടൻ പോയി എടുത്തതാണ്. അവിടുന്ന് തിരിച്ച് വരുന്നത് വരെ ഞങ്ങൾക്ക് ആകെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒന്ന് താഴേക്ക് നോക്കിയിരുന്നിങ്ങനെ നെഞ്ചെടുപ്പോടെ കാത്തിരിക്കുകയായിരുന്നു. കാരണം അതിൻ്റെ താഴേക്ക് നല്ല ആഴമുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കുറച്ചധികം താഴേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ലെങ്കിൽ പോലും നല്ല ആഴമുള്ള സ്ഥലമായിരുന്നു. ഇവിടെ നല്ല കാറ്റാണ് അല്ലേ? ഭയങ്കര കാറ്റായത് കൊണ്ട് നമ്മൾ താഴെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇവിടെ വന്നു ചേരുന്നു. ദീപിക പടുക്കോണ്ട സിനിമയുടെ അവിടെ എല്ലാം കോട ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കണ്ടോ? പക്ഷെ ഭയങ്കര വൈബുള്ള സ്ഥലം. ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇവിടെ വന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരുപാട് ട്രാവലൊന്നും ചെയ്യണ്ടെങ്കിലും കുറച്ച് ട്രാവൽ ചെയ്യണം അല്ലേ ഇവിടെ? പകൽ ടൈമിൽ വന്നാൽ
നല്ലപോലെ വ്യൂസ് കിട്ടും. അല്ലെങ്കിൽ ഭയങ്കര പ്രകൃതി എന്തോ ഒരു കുളമാണോ? നമുക്ക് കുളം കാണാൻ പോകാം. നമ്മളവിടെ കാണുന്ന കുളമാണ്. ഇത് ഭയങ്കര അടിപൊളിയാട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അമ്പലം കാണുന്നത്. എന്നുവെച്ചാൽ ഇത്രയും മലയുടെ മുകളിൽ ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിൽ പോകുന്നത്. തങ്കം വരൂ. കണ്ടോ ഇവിടെ ഫുള്ള് മലയാണ്. മലയുടെ നടുക്കുള്ള അമ്പലം. അവിടുന്ന് നേരെ കുളം. കുളത്തിൽ നിന്ന് ഭയങ്കര അടിപൊളി വ്യൂ ആണ്. നല്ല രസമല്ലേ? പിന്നെ ദീപിക പടുക്കോണ്ട ഒരു സിനിമ ഉണ്ടല്ലോ, എന്തായിരുന്നു സിനിമയുടെ പേര്? നമ്മളുടെ സിനിമയുടെ പേര് ഷാരൂഖ് ഖാനും മറ്റേ പാട്ട് ഞാൻ പറയുന്നില്ല, കോപ്പിറൈറ്റ് ചെയ്യുന്നുണ്ട്, പാട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ പാട്ടുള്ള സ്ഥലം, ആ പാട്ടിൽ ആ പുള്ളിക്കാരനെ എടുത്തുകൊണ്ട് വരുന്ന പടികളുള്ള വലിയ അമ്പലം അതിതാണ്. പിന്നെ രണ്ട് സ്റ്റെപ്പ് വഴി നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഭയങ്കര രസമാണ്. നോക്കിയാൽ മല അപ്പോൾ ഭയങ്കര മഴയായിരുന്നു. ലൈഫിൽ മറക്കാത്തൊരു അറ്റ്മോസ്ഫിയർ. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. കണ്ടോ, അത് ഫുള്ള് മലയാണ്. ഈ മഴയായതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നത്. ഭയങ്കര ഭംഗിയുണ്ട്. പിന്നെ ജോഗ്രഫിക്കൽ റെലവൻസ് ഒന്നും എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഭയങ്കര രസമുണ്ട്. റീൽസും വീഡിയോസും ഡാൻസ് റീൽസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. അവിടെ മാത്രമേ ഉള്ളൂ. എന്താ അവർ അങ്ങോട്ട് പോയാൽ? ഇതിൻ്റെ അകത്ത് ക്യാമറ കയറ്റുക ഇല്ല അല്ലേ? അങ്ങനെ നിന്ന് അവിടെ രാത്രിയായി. ഞങ്ങൾ രാത്രിയിലേക്ക് തിരിക്കാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ഇത് കണ്ടോ, പുറത്ത് ആ ചെറിയ ഗ്രാമം എത്ര ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. ഫുൾ ലൈറ്റപ്പ് ചെയ്ത് പ്രത്യേക ഭംഗി തന്നെയായിരിക്കും. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി തിരുമലയിൽ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പൊ ഇനി വേറൊരു വീഡിയോ വരുന്നത് വരെ ഞങ്ങൾ പോകും.